യുഎഇയിലെ അജ്മാനിൽ മാനസിക നില തെറ്റിയ നിലയിൽ അലഞ്ഞിരുന്ന മലയാളി യുവതിയെ സാമൂഹ്യ പ്രവർത്തകർ പോലീസിന് കൈമാറി. പാസ്പോർട്ട് വിവരങ്ങൾ പ്രകാരം ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയാണ് ഈ 25-കാരി. അജ്മാനിൽ എങ്ങനെ എത്തിയെന്നത് സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായാണ് യുവതി സംസാരിക്കുന്നത്. ഇപ്പോൾ അജ്മാൻ പോലീസിന്റെ സംരക്ഷണയിലുള്ള പെൺകുട്ടിയുടെ ബന്ധുക്കളെ കണ്ടെത്താനും കോൺസുലേറ്റിന്റെ അഭയകേന്ദ്രത്തിലേക്കോ നാട്ടിലേക്കോ എത്തിക്കാനുമുള്ള ശ്രമത്തിലാണ് സാമൂഹ്യ പ്രവർത്തകർ. പരസ്പര വിരുദ്ധമായിട്ടാണ് കുട്ടി സംസാരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി എന്നുള്ള സ്ഥലത്തു നിന്നുള്ള കുട്ടിയാണ്. ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ശരിയായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് സാധ്യമല്ല, നമുക്ക് കിട്ടുന്നില്ല. ചോദിച്ചു, അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ കുട്ടിയെ പറ്റിയിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് ഇതിനെ നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അജ്മാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജ്മാൻ പോലീസ് വേണ്ടുന്ന നിയമസഹായങ്ങളെല്ലാം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഒരു ഷെൽട്ടറിലേക്ക് ആക്കേണ്ടി വരും. നമുക്ക് ഇന്ത്യൻ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഷെൽട്ടറിലേക്ക് ആക്കിയിട്ട് അത് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, ഇപ്പോഴും സാമൂഹ്യ പ്രവർത്തകരുടെ സംരക്ഷണയിലാണോ ഈ യുവതിയുള്ളത്? ദിവ്യ, ഈ പെൺകുട്ടിയെ ഇന്നലെ രാത്രി തന്നെ അജ്മാൻ പോലീസിന് കൈമാറിയിരുന്നു സാമൂഹ്യ പ്രവർത്തകർ. പക്ഷേ മാനസിക നില തകരാറിലുള്ളത് കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയെ എത്ര നേരം കരുതലിൽ വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അവിടുന്ന് തന്നെ ഈ കുട്ടിയെ ഇറങ്ങിപ്പോകാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് വീണ്ടും സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് ഈ കുട്ടിയെ വീണ്ടും അജ്മാൻ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരമെന്ന് സാമൂഹ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നത് ഒന്നുകിൽ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കീഴിൽ സ്ത്രീകൾക്കായുള്ള അഭയകേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ മാറ്റണം, അല്ലെങ്കിൽ ഈ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കണം എന്നുള്ളതാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം. അതിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു താഹിറ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക അലൈനിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് നേരത്തെ അലൈനിലും ഈ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുകയും മറ്റൊരു സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തതാണ്. പിന്നീട് എങ്ങനെയാണ് ഈ കുട്ടി അജ്മാനിൽ എത്തിയത് എന്നുള്ളത് അറിയില്ല. പക്ഷേ അന്ന് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത് ഇട്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ സഹോദരി നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴും ആ സഹോദരി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഇവരെ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം കോൺസുലേറ്റിന്റെ ഇടപെടലിനായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ദിവ്യ, അല്ല, അപ്പോൾ ഷിനോജ, ഇവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഈ തിരിച്ചുപോക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കുമോ? ഈ കുട്ടിക്ക് ജോലിയുണ്ടോ, അല്ലെങ്കിൽ വിസ സ്റ്റാറ്റസ് എന്താണ്, എങ്ങനെയാണ് തിരിച്ചു പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ അതിന്റെ ടിക്കറ്റ് ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകയെ ഡോക്ടർ താഹിറ ചേരുകയാണ് മീഡിയവനൊപ്പം. ഡോക്ടർ, ഈ കുട്ടിയെ, അതായത് ഈ അജ്മാനിൽ അലഞ്ഞു തിരിഞ്ഞു എന്ന് പറയുന്ന കുട്ടിയെ നേരത്തെ മറ്റൊരിടത്ത് കണ്ടെത്തിയിരുന്നു അല്ലേ? അതെ, അല്ലെങ്കിലായിരുന്നു അവർ ആദ്യം ഞാൻ കണ്ടത്. 23 ഓഗസ്റ്റില് ഒരു വീക്കെൻഡിൽ ഇതുപോലെ നൈറ്റിൽ എനിക്കൊരു കോള് വന്നു. ആ ഭാഗത്തുള്ള ഷോപ്പിലൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്ന പയ്യന്മാരെ വിളിച്ചത്. അപ്പം അവിടെ പോയി നോക്കിയപ്പോ ആദ്യത്തെ സംസാരത്തിലൊക്കെ ഒരു 2 to 3 minutes ഒക്കെ ഷി വാസ് ഓക്കെ, പരസ്പരം കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ശേഷം ആ കുട്ടി പറയണതൊന്നും പരസ്പരം കണക്റ്റഡ് അല്ല. പിന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അതിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് മെല്ലെ മെല്ലെ സംസാരിച്ച് ഇങ്ങനെ നോർമൽ ആക്കാൻ ശ്രമിച്ചപ്പോഴാണ് നാട് എവിടെയാണ്, പേര് പോലും ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അറിയുന്നില്ലായിരുന്നു. എല്ലാവരും ഒരു ഭയത്തോടെ മാത്രം നോക്കുക, അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ദുരൂഹതകൾ തോന്നുന്നുണ്ടോ ഡോക്ടർക്ക്? ഈ കുട്ടി എങ്ങനെ എത്തിച്ചേർന്ന് ഏതെങ്കിലും തട്ടിപ്പിലോ മറ്റോ പെട്ടുപോയതായിരിക്കുമോ? അത് പറയുന്ന സമയത്ത് അത് അബ്യൂസ്ഡ് ആയി എന്ന് ആ കുട്ടി വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിയുടെ മെന്റൽ സ്റ്റാറ്റസ് സ്റ്റേബിൾ അല്ലാത്തതിനെ കൊണ്ട് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേരും വീട്ടഡ്രസ്സും ഒക്കെ കൃത്യമായി പറയുന്നുണ്ടോ? ഇല്ലല്ല, പേരും വീട്ടുപേരും ഒന്നും പറയാൻ ആ കുട്ടിക്ക് സാധിച്ചിട്ടില്ല. ഞാനത് ഐഡന്റിഫൈ ചെയ്തത് പോലീസ് ഐഡന്റിഫിക്കേഷനിൽ അവർ ആരാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഐ സ്കാൻ ചെയ്യുമല്ലോ. റെറ്റിനൽ സ്കാനിങ് ചെയ്യുന്ന സമയത്താണ് ഹോ ഇഷ്യൂ എവിടുന്നാണ് എങ്ങനെയാന്നുള്ളതൊക്കെ മനസ്സിലായത്.
ശരി, അന്നിട്ട് മെഡിക്കൽ പരിശോധനയൊക്കെ ചെയ്തിരുന്നോ? അതൊക്കെ ചെയ്തു. അതൊക്കെ പോലീസ്, പിന്നെ ഞാൻ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ അവരുടെ മെഡിക്കൽ പരിശോധനയൊക്കെ കഴിഞ്ഞു. പിന്നെ അവര് നോർമലി കോപ്പറേറ്റ് ചെയ്തിട്ട് സംസാരിച്ചപ്പോൾ പോലീസ് അവര് 2 ദിവസത്തിന് ശേഷം പുറത്ത് വിടുകയാണ് ചെയ്തത്. പിന്നെ ഓഗസ്റ്റിലാണ് ആ സംഭവം സംഭവിക്കുന്നത്. ഓഗസ്റ്റ് 23-നാണ് അത് സംഭവിക്കേണ്ടത്. ഇപ്പോ ഒക്ടോബർ ആയില്ലേ, പിന്നെയും എഗെയിൻ ഇങ്ങനെ നിങ്ങളുടെ മീഡിയ വണ്ണിന്റെ ന്യൂസ്. അല്ലാത്ത ഒരാളെ എങ്ങനെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് തന്നെ വിട്ടത്? മെന്റലി സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി വയലന്റ് ആവുമ്പോൾ മാത്രമാണ് ഒരു കേസും ആ കുട്ടിയുടെ പേരിൽ ഒരു ക്രിമിനൽ ഒഫൻസസും ഇവിടെ ഇല്ലെങ്കിൽ പോലീസ് എന്ത് ബേസിലാണ് അവർ പോലീസ് സ്റ്റേഷനിൽ വെക്കുക? അവരുടെ ക്രൈം ഡിറ്റക്ഷൻ ഒന്നുമില്ലല്ലോ അവർക്കെതിരെ. എങ്ങനെ എത്തിച്ചേർന്നോ എന്നൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. ഒരു ജോലിയുണ്ടോ, ഒന്നും മറ്റ് വിവരങ്ങളൊന്നും ഇല്ലല്ലോ ഡോക്ടർ. അത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ തികച്ചും വ്യത്യസ്തപരമായിട്ടുള്ള അപ്രോച്ചാണ് അവർ ചെയ്യുക. അവര് ആ കുട്ടി വേറെ, അവരുടെ കണ്ണില് ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടപ്പോ അവരെ പുറത്തു വിട്ടു. അവരുടെ വിസ ഫൈൻ എന്തോ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അത് അവർ ക്ലിയർ ചെയ്യാനോ ഫോണിൽ ആരോ ക്ലിയർ ചെയ്യാനോ എന്തോ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അവരെ പുറത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇന്നാണ് അജ്മാനിൽ നിന്ന് ഇങ്ങനെ ഒരു ലെവലിൽ അറിയുന്നത് ഈ കുട്ടിയുടെ ഒരു ഇഷ്യൂ ഇങ്ങനെയുണ്ട്, ഇതേ സെയിം ആളാണെന്ന് അറിഞ്ഞപ്പോ അജ്മാനിലെ സോഷ്യൽ വർക്കേഴ്സും ആയിട്ട് ഞാൻ ബന്ധപ്പെടുക ചെയ്തത്. അതിന്റെ പുറമെ എനിക്ക് ഈ കുട്ടി ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് കിട്ടിയത്. അവിടെ മാരീഡ് ആണ്, 6 വയസ്സുള്ള ഒരു മോളുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്നതെന്നൊക്കെ അറിഞ്ഞത്. ഞാൻ ഈ കുട്ടിയെ ഇങ്ങ് റെസ്ക്യൂ ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴി ആ കുട്ടിയുടെ ഫേസ് അന്ന് ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ അതിന്റെ സിസ്റ്റർ ആ കുട്ടീനെ ഐഡന്റിഫൈ ചെയ്തു. ആ ഐഡന്റിഫിക്കേഷൻ വഴി ആ സിസ്റ്റർ എന്നെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഞാൻ ആ കുട്ടിയുടെ ഫാമിലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമതും ഈ ഒരു ന്യൂസ് വന്നപ്പോ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇനി അതിനെ ഇങ്ങനെ നമ്മള് അലഞ്ഞു തിരിയാൻ വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയായിട്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു, ജീവനോടെ ഉണ്ട്. അപ്പോ എന്ത് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് ഇന്ത്യൻ കോൺസുലേറ്റിന് ഞാൻ ഇന്ന് മെയിൽ അയച്ചു. അതിന്റെ എല്ലാ സിനാരിയോസും കണ്ടത് ഓഗസ്റ്റിൽ എന്നല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ ഈ ഒരു മാസത്തിലധികമായി ഈ കുട്ടി എങ്ങനെയായിരിക്കും ഈ സർവൈവ് ചെയ്തിട്ടുണ്ടാവുക? അത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ, ഞാനൊക്കെ ആ കുട്ടിയോട് സംസാരിക്കുമ്പോ എങ്ങനെ എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. അതിന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, കാരണം ഞാൻ അന്ന് അതിന്റെ ബാഗൊക്കെ ചെക്ക് ചെയ്തതാണ്. അപ്പോ ചിലപ്പോ വല്ല ഭിക്ഷയെടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലാവാത്ത. കാരണം ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിന്റെ ശേഷം എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. ഈ ആളെ എനിക്കറിയാം, ഇതുവരെ കരാമയിലുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു, റാസൽ കൈമയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ കുട്ടിയുടെ തന്നെ കസിൻ ആണെന്ന് പറയുന്ന ഒരാള് എല്ലാ വിശദ വിവരങ്ങളും എനിക്ക് സൗദിയിൽ നിന്ന് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺ സിസ്റ്റർ അടുത്ത് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്താണ് പറയുന്നത്? ബന്ധുക്കൾ എന്താണ് പറയുന്നത് ഡോക്ടർ? അവര് പറയുന്നത് അവർക്ക് മീഡിയയില് ആ കുട്ടിയെ അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, അതിനെ കൊണ്ട് ഇപ്പൊ ഞാൻ ഇടപെടുന്നില്ലേ, എങ്ങനെ നാട്ടിലെത്തിക്കാൻ അവർ ഇടപെടുന്നത്? ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ത്യൻ കോൺസുലേറ്റ് വഴി നിങ്ങൾ ഹെൽപ്പ് ചോദിക്കൂ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിന് നിങ്ങൾക്ക് ഹെൽപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് കൊണ്ടുപോവാം എന്നാണ്. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഉള്ള ആളുകളല്ല ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ കൊണ്ടുപോവാന്നൊന്നും ചിന്തിക്കാൻ മാത്രം ഉള്ള ഒരു സാമൂഹികമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നത്. സാമ്പത്തികം എന്ന് പറയുന്നത് അത്ര ഒരു പ്രശ്നമുള്ളതായിരിക്കും, കാരണം അവിടെ മലയാളി സംഘടനകളൊക്കെ ഒരുപാടുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ. ഇല്ല, അതന്നെ ഇപ്പൊ തന്നെ ഈ കുട്ടി ഇത്രയും അധികം സംരക്ഷണത്തിൽ നിൽക്കുന്നത് ഈ എല്ലാവിധ മലയാളി സംഘടനകളുടെയും സഹകരണത്തോടെയാണ്. അത്തരത്തിലൊരു വിഷയം വരുമ്പോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാമ്പത്തിക സഹായം വേണമെന്ന് തോന്നുവാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ മലയാളികളെ സഹായിക്കും. അതില്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. ഇവിടുത്തെ മലയാളി സംഘടനകളൊക്കെ തീർച്ചയായിട്ടും അതിന് ജാതി മത എന്താ പറയാ പൊളിറ്റിക്കൽ പോലും കൺസിഡറേഷൻ ഇല്ലാതെ സഹായിക്കുന്ന സംഘടനകളാണ് യു എയിലുള്ളത്. യെസ്, എന്തായാലും നന്ദി ഡോക്ടർ താഹിറ പ്രതികരിച്ചതിന്.